ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നോൺ ബ്ലൂടൂത്ത് ആയിട്ടുള്ള മ്യൂസിക് പ്ലെയറിൽ ബ്ലൂടൂത്ത് പിടിപ്പിച്ചെടുക്കാനാണ്. വെറും 99 രൂപ മാത്രം വില വരുന്ന ഒരു ബോർഡാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്. ഈ 99 രൂപ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഓഡിയോ ക്വാളിറ്റി അത്ര കൊള്ളൂല്ല എന്നുള്ള ഒരു പേടിയും വേണ്ട. നല്ല അടിപൊളി ബോർഡാണ്. നമുക്ക് ഓക്സ് കുത്തുമ്പോൾ എന്ത് ഓഡിയോ ക്വാളിറ്റി കിട്ടുന്നു അതേ രീതിയിലുള്ള തന്നെ ഓഡിയോ ക്വാളിറ്റി ലഭിക്കുന്ന ഒരു ബോർഡാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതേ കൂട്ട് മ്യൂസിക് പ്ലെയർ കാറിൽ നിന്ന് ഊരിയെടുക്കാനായിട്ട് സ്ക്രൂസ് അൺസ്ക്രൂ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്താൽ മതി. ആ സ്റ്റീരിയോ നമുക്ക് ഊരിയെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആ ബാക്ക് സൈഡിലത്തെ കേബിളോട് റിമൂവ് ചെയ്യേണ്ടതുണ്ട്, സ്റ്റീരിയോ കാറിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കാറിൽ നിന്ന് മ്യൂസിക് സിസ്റ്റം അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്രണ്ട് പാനൽ തുറക്കേണ്ടതുണ്ട്. അതിനായിട്ട് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ക്ലിപ്സ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, അത് അഴിഞ്ഞു വന്നോളും. മിക്ക മ്യൂസിക് സിസ്റ്റത്തിൻ്റെയും ഫ്രണ്ട് പാനൽ ഈ രീതിയിൽ തന്നെയാണ് അഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് പാനൽ അഴിച്ചെടുത്തിട്ടുണ്ട്. സ്ക്രൂസോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ക്ലിപ്പാണ്. അതൊന്ന് തട്ടിക്കൊടുത്താൽ മതി സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തുകൊണ്ട്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലൂടൂത്ത് മൊഡ്യൂൾ. ഇതിൻ്റെ മോഡൽ MH-M18 എന്ന മോഡലാണ്. ഇത് വെർഷൻ 4.2 ബ്ലൂടൂത്ത് വരുന്ന ഒരു മോഡലാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് വേണ്ടത് USB-യിൽ നിന്നുള്ള 4 കണക്ഷൻസും അതേപോലെ ഓക്സിൽ നിന്നുള്ള 3 കണക്ഷൻസുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓക്സിൽ കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഓക്സ് കേബിൾ ഈ മ്യൂസിക് പ്ലെയറിൻ്റെ ഫ്രണ്ട് പാനലിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി ഇട്ടുകൊണ്ട് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതാണ് ഈസി മെത്തേഡ്. മറ്റേ ഇമേജ് നോക്കി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈസി ആയിട്ട് മീറ്റർ കണ്ടിന്യൂറ്റി ഇട്ടുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ USB പോർട്ടിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കണ്ടെത്താനായിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇമേജിനെ നമ്മൾ ആ ഫ്രണ്ട് പാനലിലത്തെ പോർട്ട് ഏത് രീതിയിലാണോ പൊസിഷൻ ചെയ്തിരിക്കുന്നത് അതുമായിട്ട് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഓക്സും അതേപോലെ USB പോർട്ടും കൊടുത്ത് എടുക്കാവുന്നതാണ് ഫ്രണ്ട് പാനലിലേക്ക്. അപ്പോൾ ബോർഡ് പാനലിലേക്ക് സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ബോർഡ് ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്തുകൊണ്ട് ആ പാനലിൽ ഫിക്സ് ചെയ്യുവാണ്. അതിൻ്റെ വയറിൻ്റെ ജോയിൻ്റ് എല്ലാം ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എങ്ങനെയുണ്ട് ബോർഡിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്നുകൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ HWBT എന്നൊരു മോഡൽ കാണിക്കുന്നുണ്ട്. അതുമായിട്ട് പെയർ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം.